ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ACCA മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ അക്കൗണ്ടിങ് ഫോർ മെറ്റീരിയൽസ് എന്ന ചാപ്റ്ററിലെ ഇൻവെൻറ്ററി വാല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മളിത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇൻവെൻറ്ററി വാല്യൂഷൻ. ഒരു ക്ലോസിംഗ് ഇൻവെൻറ്ററി വാല്യൂ ചെയ്യാൻ നമുക്ക് 3 മെത്തേഡാണുള്ളത്. ഫിഫോ മെത്തേഡ് ഉണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ലിഫോ മെത്തേഡ് ഉണ്ട്. ഈ ലിഫോ മെത്തേഡ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ IAS 2 പ്രകാരം അക്സെപ്റ്റബിൾ അല്ല, ബട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ലിഫോ മെത്തേഡും ചൂസ് ചെയ്യാറുണ്ട്. സോ ഫിഫോ മെത്തേഡ് ഉണ്ട്, ലിഫോ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ വെയ്റ്റഡ് ആവറേജിൽ പീരിയോഡിക് വെയ്റ്റഡ് ആവറേജ് ഉണ്ട്, അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് വെയ്റ്റഡ് ആവറേജ് ഉണ്ട്. സോ ഈ ഒരു 4 മെഷർമെൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വേഗം ടോപ്പിക്കിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫോ മെത്തേഡാണ്. ഓക്കെ, എന്തായിരുന്നു ഫിഫോ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. എന്താണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എൻറ്റിറ്റി അവർ ആദ്യം പർച്ചേസ് ചെയ്ത ഇൻവെന്ററി അവർ ആദ്യം തന്നെ എന്ത് ചെയ്യും, സെയിൽ ചെയ്യാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അത് വേഗം ഒബ്സൊലൈറ്റ് ആയി പോകും, നാശമായി പോകും. സോ ആദ്യം പർച്ചേസ് ചെയ്തത് ഫസ്റ്റ് പർച്ചേസ്, ഫസ്റ്റ് ഔട്ട്, ഫസ്റ്റ് സെയിൽസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം പർച്ചേസ് ചെയ്തത് ആദ്യം സെയിൽ ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഒരു സെയിൽസ് ഓർഡർ വരുമ്പോൾ നമ്മളുടെ ഓൾഡർ പർച്ചേസ്, ആദ്യം എന്താണോ പർച്ചേസ് ചെയ്ത സ്റ്റോക്ക്, ഓൾഡ് സ്റ്റോക്ക് എന്താണോ അതായിരിക്കും നമ്മൾ ആദ്യം വിൽക്കുന്നത്. എന്നാൽ അത് പെട്ടെന്ന് വിറ്റല്ലോ, അത് കേട് വന്ന് പോകുക എന്നുള്ളൊരു ഇഷ്യൂ എന്ത് ചെയ്യില്ല, ഇവിടെ നിലനിൽക്കുന്നില്ല. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്തത് എന്ത് ചെയ്തു, ഫസ്റ്റ് സെയിൽ ചെയ്തു. സോ ഇവിടെ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ക്ലോസിംഗ് ഇൻവെന്ററി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇയർ എൻഡിൽ വിൽക്കാതെ നമ്മളുടെ കയ്യിൽ ബാക്കിയുള്ള ഇൻവെന്ററിയാണ് നമ്മൾ ക്ലോസിംഗ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ഈ ക്ലോസിംഗ് ഇൻവെന്ററി വിൽക്കാതെ ബാക്കിയുള്ളതല്ലേ, നേരെ ശ്രദ്ധിക്കുക. അപ്പോൾ വിറ്റതൊക്കെ എന്തായിരിക്കും, ആദ്യം വന്നതൊക്കെ ആദ്യം വിറ്റു. ദാറ്റ് മീൻസ് ഓൾഡർ പർച്ചേസ്, തുടക്കത്തിലുള്ള പർച്ചേസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, വിറ്റൊഴിവാക്കി. അപ്പൊ അവസാനം പർച്ചേസ് ചെയ്തതാണ് നമ്മളുടെ കയ്യിൽ ബാക്കി വന്നത്. അങ്ങനെ ആലോചിക്കുമ്പോൾ വളരെ സിമ്പിളാണ്, കോംപ്ലിക്കേറ്റഡ് അല്ല. സോ അവസാനം പർച്ചേസ് ചെയ്തതായിരിക്കും അവസാനം ബാക്കി വന്നിട്ടുണ്ടായിരിക്കുക. സോ ക്ലോസിംഗ് ഇൻവെന്ററിയിൽ ഉണ്ടായിരിക്കുന്നത് ലേറ്റസ്റ്റ് ന്യൂ പർച്ചേസ്, നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തത്, ആദ്യം പർച്ചേസ് ചെയ്ത ഓൾഡ് സ്റ്റോക്കുകളൊക്കെ വിറ്റൊഴിവാക്കി. ഇതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിലെ അസംഷൻ. നിങ്ങളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുകയാണ്, അവിടെ ഒരു ഷെൽഫിൽ ഇങ്ങനെ നമ്മൾ സ്റ്റോക്കുകൾ ഇങ്ങനെ അട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട് ഈ തെല്ലത്ത് വെച്ചിരിക്കുന്നത് എന്തായിരിക്കും, അവരുടെ പഴയ സ്റ്റോക്ക് ആയിരിക്കും. ക്ലിയർ ആണോ? ദാറ്റ് മീൻസ് ആദ്യം സെയിൽ നടക്കേണ്ടത് അവർ ആദ്യം പർച്ചേസ് ചെയ്ത് അവരുടെ പഴയ സ്റ്റോക്ക് ആയിരിക്കണം. ഇതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിലെ കൺസെപ്റ്റ്. സോ ഈ ഫിഫോ മെത്തേഡ് വരുന്ന സമയത്ത് ഈ ഒരു ഇല്ലുസ്ട്രേഷൻ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഫിഫോ മെത്തേഡിൽ നമ്മളുടെ ക്ലോസിംഗ് ഇൻവെന്ററി, ബാക്കി വന്ന ഇയർ എൻഡിൽ വിൽക്കാതെ ബാക്കി വന്ന ഇൻവെന്ററിയുടെ വാല്യൂഷൻ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നോക്കാം. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഇതായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇവിടെ ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഓപ്പണിംഗ് ഇൻവെന്ററി ഉണ്ട്, പിന്നെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിലാണ്. 2 മെയിൽ ഒരു സെയിൽ ഉണ്ട്, 13 മെയിൽ ഒരു സെയിൽ ഉണ്ട്, 28 മെയിലും ഒരു സെയിൽ ഉണ്ട്. ക്ലിയർ അല്ലേ? ഈ റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ പർച്ചേസ് ആണ്. നമുക്ക് റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടി. സോ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ഉണ്ട്, 7th മെയിൽ, 20th മെയിലും പർച്ചേസ് ഉണ്ട്. അപ്പോൾ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെന്ററി ഇഷ്യൂ ചെയ്തു, ഇൻവെന്ററി റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടി എന്നാണ് അസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ ഇഷ്യൂ, സെയിൽ, റെസിപ്റ്റ്, പർച്ചേസ്. അപ്പോൾ ഒരു ഫിഫോ മെത്തേഡ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യം എന്ത് ചെയ്യാം, ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പർച്ചേസസ് എഴുതാം. അതാദ്യം എഴുതാം. ഞാൻ ഓരോ മെത്തേഡിനും, ഫിഫോക്കും പീരിയോഡിക് ആവറേജിനും അതിൻ്റെതായ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ഫിഫോയിലാണ് ഞാൻ പറയുന്നത്, ഓപ്പണിങ്ങിൽ ഓൾറെഡി എത്ര യൂണിറ്റ്സ് ഉണ്ട്, 300 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ്സ് മാത്രം എഴുതാം. ഓപ്പണിങ്ങിൽ 300 യൂണിറ്റ്സ് ഉണ്ട്. ദെൻ യൂണിറ്റ്സ് മാത്രം എഴുതിയാൽ മതി, അതിൻ്റെ പ്രൈസ് ഒന്നും ഇപ്പോൾ തൽക്കാലം ഫിഫോയിൽ വേണ്ട. പിന്നെ പർച്ചേസ്, ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ അല്ലേ, റെസിപ്റ്റ് ആണ് പർച്ചേസ്. അപ്പോൾ 7th മെയിൽ ഒരു പർച്ചേസ് ഉണ്ട്, 500 യൂണിറ്റ്സ്. സെവൻത്ത് മെയിൽ ഒരു 500 യൂണിറ്റ്സ് പർച്ചേസ് ഉണ്ട്. ദെൻ 20th മെയിൽ ഒരു പർച്ചേസ് ഉണ്ട്. ഓക്കെ, 20th മെയിൽ മറ്റൊരു പർച്ചേസ് ഉണ്ട്. എത്രയായിരുന്നു ആ പർച്ചേസ്? 500 യൂണിറ്റ്സ് അഗെയിൻ.
അപ്പോൾ ടോട്ടൽ ഈ വർഷം ഓപ്പണിങ്ങിലുള്ളതും പർച്ചേസ് ചെയ്തതും കൂടെ 1300 യൂണിറ്റ്സ് ഉണ്ട്. ഇതിൽ നിന്ന് എത്ര വിറ്റു? സോൾഡ് എത്ര? ഇഷ്യൂ എന്ന് പറയുന്നതാണ് സോൾഡ്. ഒരു 200 വിറ്റു, പിന്നെ ഇവിടെ ഒരു 400 വിറ്റു, പിന്നെ ഒരു 450 വിറ്റു. അപ്പോൾ 200 + 400 600, 600 + 450 1050. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 1050 എന്ത് ചെയ്തു? 1050 എന്ത് ചെയ്തു? സെയിൽ ചെയ്തു. അപ്പോൾ ബാക്കി എത്രയുള്ളത്? 1300 മൈനസ് 1050 എത്രയാണ്? ഒരു 250 ആണ് ഇവിടെ ക്ലോസിംഗ് ഇൻവെന്ററി, ബാക്കിയുള്ള ഇൻവെന്ററി. ഈ 250 ഇൻവെന്ററിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടത്. അപ്പോൾ 250 യൂണിറ്റ്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതിലെ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്രയെന്ന് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പർച്ചേസ് ചെയ്തത് ആദ്യം വിറ്റു, ഓൾഡ് സ്റ്റോക്കുകളൊക്കെ ആദ്യം വിറ്റു. അപ്പോൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്തതായിരിക്കും ബാക്കി വന്നത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് പർച്ചേസ് ചെയ്തത് ഏതായിരുന്നു? ഇവിടെ ഈ റെസിപ്റ്റ് കണ്ടില്ലേ, 500 യൂണിറ്റ്സ് എത്രക്കായിരുന്നു? $5. അപ്പോൾ നമ്മളുടെ കയ്യിൽ ബാക്കി വന്ന ഈ 250 യൂണിറ്റ്സ് അവസാനം പർച്ചേസ് ചെയ്ത ഈ 500 യൂണിറ്റ്സിൽ ഉള്ളതാണ്. സോ എത്രയാണ് ഒരെണ്ണത്തിന്റെ വാല്യൂ? $5 ആണ്. അപ്പോൾ 250 ഇൻറ്റു ഒരെണ്ണത്തിന്റെ വാല്യൂ $5 ഈക്വൽ ടു 250 ഇൻറ്റു 5 എത്ര കിട്ടുന്നത്? 1250 ആണ്. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? സംശയമില്ലല്ലോ. സോ ഇതായിരുന്നു നമ്മളുടെ FIFO മെത്തേഡ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ആദ്യം ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് യൂണിറ്റ്സ് മുഴുവൻ എഴുതുക, എന്നിട്ട് അതിൽ നിന്ന് സെയിൽസ് എന്ത് ചെയ്യുക? സെയിൽ ചെയ്ത യൂണിറ്റ്സ് ലെസ് ചെയ്യുക. അപ്പോൾ ക്ലോസിംഗ് ഇൻവെന്ററി അവസാനം ബാക്കി വന്ന യൂണിറ്റ്സ് കിട്ടും. ആ ബാക്കി വന്നത് അവസാനത്തെ പർച്ചേസ് ആയിരിക്കും. കാരണം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൽ ആദ്യം പർച്ചേസ് ചെയ്തത് എന്ത് ചെയ്തു? ആദ്യം വിറ്റുപോയി. ക്ലിയർ അല്ലേ? ആദ്യം പർച്ചേസ് ചെയ്തത് ആദ്യം വിറ്റുപോയി. അപ്പോൾ അവസാനം പർച്ചേസ് ചെയ്തതാണ് ബാക്കി വന്നത്. സോ ലാസ്റ്റ് പർച്ചേസുകൾ നോക്കുക. അപ്പോൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്ത് 500 ആണ്. അതിൽ ഒരെണ്ണം നമ്മൾ കൊടുത്തത്, ഒരെണ്ണത്തിന് പ്രൈസ് കൊടുത്ത് $5 ആണ്. അപ്പോൾ നമ്മളുടെ അവസാനം ബാക്കി വന്ന 250ൽ ഒരെണ്ണത്തിന്റെ വാല്യൂ $5 ആണെങ്കിൽ ടോട്ടൽ ക്ലോസിംഗ് ഇൻവെന്ററിയുടെ വാല്യൂ എത്രയാണ്? 1250 ആണ്. ഇതാണ് നമ്മളുടെ FIFO മെത്തേഡ്. ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മളുടെ സെക്കൻഡ് മെത്തേഡിലോട്ട് പോകാം. സെക്കൻഡ് മെത്തേഡ് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു, LIFO മെത്തേഡ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. സോ ഈ LIFO മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയിരുന്നു. ഇത് IAS to ഇൻവെന്ററി പ്രകാരം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു മെഷർമെന്റ് മോഡൽ നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ല, ചൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ LIFO അക്സെപ്റ്റബിൾ അല്ല. ബട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ LIFOയും ചെയ്യാറുണ്ട്. അപ്പൊ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവസാനം വാങ്ങിയതായിരിക്കും നമ്മൾ ആദ്യം വിൽക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒന്നാം തീയതി കുറച്ച് യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തു, 2-ാം തീയതി പർച്ചേസ് ചെയ്തു, 3-ാം തീയതി പർച്ചേസ് ചെയ്തു, 4-ാം തീയതി പർച്ചേസ് ചെയ്തു, 5-ാം തീയതി പർച്ചേസ് ചെയ്തു, 6-ാം തീയതി എനിക്ക് സെയിൽ ഓർഡർ കിട്ടി. അവസാനം പർച്ചേസ് ചെയ്ത എന്താ? 5-ാം തീയതിക്കത്തെ അത് വിറ്റു, പിന്നെ 4-ാം തീയതിക്കത്തെ വിറ്റു, പിന്നെ 3-ാം തീയതിക്കത്തെ വിറ്റു, 2-ാമത്തെ വിറ്റു, 1-ാമത്തെ വിറ്റു. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത ന്യൂ സ്റ്റോക്ക്, ലാസ്റ്റ് വന്ന സ്റ്റോക്കാണ് ആദ്യം സെയിൽ ചെയ്യുന്നത്. നേരത്തെ പോലെ ആദ്യം വന്ന സ്റ്റോക്ക് അല്ല ആദ്യം സെയിൽ ചെയ്യുന്നത്, ഇവിടെ ലാസ്റ്റ് വന്ന സ്റ്റോക്കാണ് ആദ്യം സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ലോസിംഗ് ഇൻവെന്ററി ബാക്കി വന്നത് എന്തായിരിക്കും? പഴയ സ്റ്റോക്ക്, നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്ത പഴയ സ്റ്റോക്ക് ആയിരിക്കും ഇവിടെ ബാക്കി വന്നത്. ക്ലിയർ അല്ലേ? സോ ഇവിടെ ശ്രദ്ധിക്കുക. അഗെയിൻ സെയിം ഇല്ലുസ്ട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫുള്ള് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നിങ്ങൾ എന്ത് എഴുതുക? ജസ്റ്റ് ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പർച്ചേസസ് എഴുതുക. യൂണിറ്റ്സ് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെയും ഓപ്പണിങ്ങിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്? 300 യൂണിറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ 7th മെയിലും 20th മെയിലായിട്ടും 2 പർച്ചേസ് ഉണ്ട്. 7th മെയിൽ ഒരു 500 യൂണിറ്റ്സ്, 20th മെയിൽ അഗെയിൻ ഒരു 500 യൂണിറ്റ്സ്. ഇങ്ങനെ ടോട്ടൽ 1300 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തു. ഇതിൽ എത്ര സോൾഡ് ചെയ്തു? എത്ര എണ്ണം വിറ്റു? നേരത്തെ എഴുതിയിരുന്നു 1050 വിറ്റു. അപ്പോൾ ഇവിടെ ബാക്കി വന്ന ക്ലോസിംഗ് ഇൻവെന്ററി എന്ന് പറയുന്നത് 250 യൂണിറ്റ്സ് ആണ്. ക്ലിയർ അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു ക്ലോസിംഗ് ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 യൂണിറ്റ്സ് ആണ്. അഥവാ വിൽക്കാതെ നമ്മളുടെ കയ്യിൽ ബാക്കിയുള്ള ഇൻവെന്ററിയുടെ എണ്ണം എന്ന് പറയുന്നത് 250 യൂണിറ്റ്സ് ആണ്. ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ പഠിക്കുന്ന കൺസെപ്റ്റ് എന്താ? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അവസാനം വന്നത് ആദ്യം വിറ്റു. ക്ലിയർ ആണ്? അപ്പോൾ ബാക്കി വന്നത് എന്തായിരിക്കും? ആദ്യം പർച്ചേസ് ചെയ്തതിൽ നിന്നായിരിക്കും ബാക്കി വന്നത്. കാരണം നമ്മളിവിടെ ഈ 1050 വിറ്റില്ലേ,
അപ്പോൾ ആദ്യം വിൽക്കുന്നത് ഈ അവസാനം വന്ന 500-നായിരിക്കും, പിന്നെ വിൽക്കുന്നത് ഈ 500-നായിരിക്കും, പിന്നെ ഈ 300-ന്ന് ഒരു 50 കൂടെ വിറ്റു. അപ്പോൾ ഈ ബാക്കിയുള്ള 250 ഏതിലെയാണ്? ഈ 300-ലെയാണ്. അപ്പോൾ 300 ആണ് യൂണിറ്റ്സ് ഉള്ളത്. അതിൽ ഒരെണ്ണത്തിൻ്റെ വാല്യൂ 4.5 ഓപ്പണിങ്ങിലുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ 300-ലെ 250 ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇവിടെ 250 ഇൻറ്റു എത്രയായിരുന്നു ഒരെണ്ണത്തിൻ്റെ വാല്യൂ? 4.5 ആയിരുന്നു. സോ 250 ഇൻറ്റു 4.5 ഈക്വൽ ടു എത്ര കിട്ടുന്നത്? 250 ഇൻറ്റു 4.5 1125. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? ഇതായിരുന്നു നമ്മളുടെ ലിഫോ മെത്തേഡ്. ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പോൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൽ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് യൂണിറ്റ്സ് എഴുതുക, അതിൽ നിന്ന് സെയിൽ ചെയ്ത യൂണിറ്റ്സിൻ്റെ എണ്ണം കുറക്കുക. അപ്പോഴായിരിക്കും നമുക്ക് ക്ലോസിംഗ് ഇൻവെൻട്രി കിട്ടുന്നത്. ആ ക്ലോസിംഗ് ഇൻവെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കാതെ ബാക്കിയുള്ളതാണ്. ഈ വിൽക്കാതെ ബാക്കിയുള്ള യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ അവസാനം വന്നതൊക്കെ ആദ്യം വിറ്റു, ആദ്യം പർച്ചേസ് ചെയ്തത് വിറ്റിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ആദ്യം നമ്മളുടെ കയ്യിലുള്ളത് എന്താണോ അതായിരിക്കും ബാക്കി വന്നത്. അപ്പോൾ തുടക്കത്തിൽ ഓപ്പണിങ്ങിൽ ഒരു 300 ഉണ്ടായിരുന്നു, അതിലെ 250 ആണ് ബാക്കി വന്നത്. ക്ലിയർ ആണ്? സോ ഇതായിരുന്നു ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? സംശയമില്ലല്ലോ. ഇനി തേർഡ് വൺ എന്തായിരുന്നു? തേർഡ് വണ്ണ് പീരിയോഡിക് വെയ്റ്റഡ് ആവറേജ് മെത്തേഡായിരുന്നു. വെയ്റ്റഡ് ആവറേജിൽ തന്നെ പീരിയോഡിക്കും ഉണ്ട്, ക്യുമുലേറ്റീവും ഉണ്ട്. ഇതിൽ തേർഡ് വൺ എന്ന് പറയുന്നത് പീരിയോഡിക് വെയ്റ്റഡ് ആവറേജ് മെത്തേഡായിരുന്നു. സോ ഇതിൽ ആദ്യം നിങ്ങൾ എന്തെഴുതണം? യൂണിറ്റ്സ് എഴുതണം. എത്രയൊക്കെ യൂണിറ്റ്സ് ഉണ്ട് എന്ന് എഴുതണം. ക്ലിയർ ആണോ? എന്നിട്ട് ഡോളർ പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് എത്ര ഡോളറാണ് കോസ്റ്റ് എന്നുള്ളതും എഴുതണം. അപ്പോഴായിരിക്കും നമുക്ക് ടോട്ടൽ വാല്യൂ കിട്ടുന്നത്. സോ ഓപ്പണിങ്ങിൽ നമ്മളുടെ കയ്യിൽ 300 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. എത്ര യൂണിറ്റ്സ് ഉണ്ടായിരുന്നു? അപ്പോൾ ഇവിടെയും ആദ്യം നിങ്ങൾ ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് എഴുതുക. ഇവിടെയും അങ്ങനെ തന്നെയാണ്. 300 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണത്തിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 4.5 ആയിരുന്നു. അപ്പോൾ 300 ഇൻറ്റു 4.5 എത്രയായിരുന്നു? 1350 ആയിരുന്നു. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 7th മെയിൽ ഒരു 500 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തു. അതിൻ്റെ കോസ്റ്റ് 4.8 ആയിരുന്നു. സോ 500 ഇൻറ്റു 4.8 2400 ആയിരുന്നു. ഇനി 20th മെയിൽ അഗെയിൻ ഒരു 500 പർച്ചേസ് ചെയ്തു. അതിലൊരെണ്ണത്തിൻ്റെ വാല്യൂ 5 ആയിരുന്നു. സോ ടോട്ടൽ 2500 ആയിരുന്നു. ഇനി ഇവിടെ ടോട്ടൽ യൂണിറ്റ്സും ടോട്ടൽ വാല്യൂ എഴുതുക. ഇവിടെ ടോട്ടൽ യൂണിറ്റ്സും ടോട്ടൽ വാല്യൂ എഴുതുക. 1300 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ടോട്ടൽ വാല്യൂ വരുന്നത് 2500 പ്ലസ് 2400 പ്ലസ് 1350. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 6250 ആണ് കിട്ടുന്നത്. ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 1350 പ്ലസ് 2400 പ്ലസ് 2500 6250 ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? പീരിയോഡിക് വെയ്റ്റഡ് ആവറേജ് അല്ലേ? ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. എങ്ങനെയാണ് ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ്? ടോട്ടൽ വാല്യൂ 6250 ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് 1300. അപ്പോൾ 6250 ഡിവൈഡഡ് ബൈ 1300 ചെയ്യുമ്പോൾ $4.8 പെർ യൂണിറ്റ് ആണ് ആവറേജ്. ഒരു ഡെസിമലും കൂടെ എടുക്കുന്ന സമയത്ത് 4.81 പെർ യൂണിറ്റ് ആണ് 2 ഡെസിമലിലോട്ട് റൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ പീരിയോഡിക് വെയ്റ്റഡ് ആവറേജിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്ത് കാണും? ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് കാണും. അതിനാദ്യം ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് യൂണിറ്റ്സ് ഫുൾ എഴുതുക. അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എഴുതുക. ടോട്ടൽ കോസ്റ്റ് എഴുതുക. എന്നിട്ട് ടോട്ടൽ വാല്യൂ ഓർ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ചെയ്യുക. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ആവറേജ് കിട്ടും. ക്ലിയർ ആണോ? എന്നിട്ട് ഓൾറെഡി നമ്മൾ മുകളിൽ കണ്ടെത്തിയതായിരുന്നല്ലോ എന്ത്? ക്ലോസിംഗ് ഇൻവെൻട്രി ഈക്വൽ ടു എത്രയായിരുന്നു?
എത്ര യൂണിറ്റ്സ് ആയിരുന്നു ക്ലോസിംഗ് ഇൻവെന്ററി? ക്ലോസിംഗ് ഇൻവെന്ററി ഈക്വൽ ടു ഈ 1300 എത്ര സോൾഡ് ചെയ്തു? 1050 സോൾഡ് ചെയ്തു. അപ്പോൾ ഒരു 250 ആണ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 250 യൂണിറ്റ്സ് ബാക്കിയുണ്ട്. ഒരെണ്ണത്തിൻ്റെ ആവറേജ് 4.81 ആണ്. അപ്പോൾ ടോട്ടൽ വരുന്നത് 250 ഇൻറ്റു 4.81 ഈക്വൽ ടു 1202.5. ഇതാണ് ക്ലോസിംഗ് ഇൻവെന്ററിയുടെ വാല്യൂ വരുന്നത്. സോ ഇതായിരുന്നു നമ്മളുടെ പീരിയോഡിക് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഫിഫോ മെത്തേഡ് പറഞ്ഞു, ലിഫോ മെത്തേഡ് പറഞ്ഞു, പീരിയോഡിക് വെയ്റ്റഡ് ആവറേജ് പറഞ്ഞു. ഇനി ഒരു ക്യുമുലേറ്റീവ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡും കൂടെ ഉണ്ട്. അതെന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ആയിട്ട് പറയാം. അത് കുറച്ച് വലുതാണ്. സോ ഈ വീഡിയോ ലെങ്ത് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ്. സോ ഈ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കിയത് അക്കൗണ്ടിങ് ഫോർ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇൻവെന്ററി വാല്യുവേഷനാണ്. നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മളുടെ ഇൻറ്റേർണൽ റിപ്പോർട്ടിംഗ് പർപ്പസിന്, ബഡ്ജറ്റിംഗ് പർപ്പസിനടക്കം നമുക്ക് ക്ലോസിംഗ് ഇൻവെന്ററിയുടെ വാല്യൂ കണ്ടെത്തണം. അതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് അക്സെപ്റ്റബിൾ ആയിട്ടുണ്ട്. ഫിഫോ ഉണ്ട്, ലിഫോ ഉണ്ട്, പീരിയോഡിക് വെയ്റ്റഡ് ആവറേജ് ഉണ്ട്, ക്യുമുലേറ്റീവ് വെയ്റ്റഡ് ആവറേജ് ഉണ്ട്. അതിലാദ്യത്തെ ഫിഫോയും ലിഫോയും പീരിയോഡിക് വെയ്റ്റഡ് ആവറേജും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിപ്പെൻഡ്സ് ഓൺ ദി ബിസിനസ് ഡിഫറെൻറ്റ് മെഷർമെൻറ്റ് ചൂസ് ചെയ്യാറുണ്ട്. ഇതൊരു ലീഗൽ റിക്വയർമെൻ്റ് ഒന്നല്ല. കമ്പനികൾക്ക് ഏത് മെത്തേഡാണോ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് അവർക്ക് ചൂസ് ചെയ്യാം. സോ ഇതായിരുന്നു നമ്മളുടെ വീഡിയോ. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.